ഞാനിപ്പോൾ ഉള്ളത് കളിക്കവളയാണ്. ഞാനിപ്പം വന്നതും കളിക്കവളയാണ്. അപ്പോൾ ഞാൻ കളിക്കവള അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെ പാറശാല കഴിഞ്ഞ് തമിഴ്നാട് സ്റ്റാർട്ടാവുന്നൊരു ഏരിയയാണ് നമ്മളെ കളിക്കവള എന്ന് പറഞ്ഞ സ്ഥലം. കളിക്കവള ചന്ത, പിന്നെ ഫ്രണ്ട് ഇതാ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. നാഗർകോവിൽ പോയിരുന്ന ഷട്ടിൽ സർവീസാണ്. പിന്നെ കളിക്കവള ബസ് സ്റ്റാൻഡിൽ നിന്നും പോകണം നമ്മളെ ആനവണ്ടിയാണിത്. നമ്മളെ നാഗർകോവിൽ ഷട്ടൽ, ട്രിവാൻഡ്രം നാഗർകോവിൽ ഷട്ടലാണ്. അപ്പോൾ അങ്ങോട്ടാണ് മാർത്താണ്ഡം. നമ്മളെ ഈ കളിക്കവള കഴിഞ്ഞ് ഈ റോഡ് നേരെ പോകുമ്പോൾ പാറശാല. ഇതാ ഇവിടെയാണ് നമ്മളെ കളിക്കവള ബസ് സ്റ്റാൻഡ്. നമ്മളെ ബസ് ഈ കളിക്കവള എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ ഇവിടെ സിനിമയ്ക്ക് പറഞ്ഞതാണ്. റിലീസൊക്കെ തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഇവിടെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡ് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചുകളാണ്. ആഴനാട് പോണ ബസ് പോകുന്നുണ്ട് കളിക്കവളയിൽ നിന്ന്. ഇവിടെ പാറശാല, വെള്ളറട, പിന്നെ നെയ്യാറ്റിങ്കര, ട്രിവാൻഡ്രം എല്ലായിടത്തു നിന്നും നമുക്ക് കളിക്കവളയിൽ നിന്ന് പോകാനും കളിക്കവള വരാനും ബസ്സുകളുണ്ട്. കാരണം തമിഴ്നാട് പഴയ തമിഴ്നാട് ബസ് പോകുന്നു. കേരളത്തിലെ ഏറ്റവും സൗത്ത് നമ്മളെ തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയാണ് നമ്മളെ പാറശാല കളിക്കവള ഏരിയയൊക്കെ. ഈ പള്ളി കൊള്ളാമല്ലേ, നമുക്കൊന്ന് റോഡൊന്ന് ക്രോസ് ചെയ്താൽ പള്ളി, അടിപൊളി പള്ളിയുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്കിപ്പോൾ ഈ ഒരു പള്ളി കൊള്ളാം. പള്ളിയുടെ പേര് സെന്റ് ആന്റണീസ് ചർച്ച് കളിക്കവള. അത്ര പുറത്ത് കണ്ട ഇയർഫോൺ, നമ്മളവിടെ നിന്ന് ഇയർഫോൺ പിടിപ്പിക്കാൻ പള്ളിയുടെ വണ്ടിയുടെ പേരാണ് ഇയർഫോൺ പിടിപ്പിച്ചിട്ടുള്ളത്. സിനിമയുടെ പേര് അറിയാടാ? മൂത്രപ്പുര കക്കൂസ്. അതുപോലെ തമിഴ് ആയിട്ടുണ്ട്, ജെൻസിലുള്ള പോർഷനാണ്. പക്ഷേ നല്ല വൃത്തിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചാർജ് 5 രൂപയാണ് ഇവിടുത്തെ ചാർജ് ഈ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ. ഇത് സാധാരണ ബസ് സ്റ്റാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാട്ടിയും കുറച്ച് നല്ല വൃത്തിയുണ്ട്. കളിക്കവള ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര നമ്മളിന്ന് വന്നപ്പോൾ കുഴപ്പമില്ല, കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. അങ്ങോട്ട് മഴയുടെ നല്ല കോളുണ്ടല്ലേ കാലാവസ്ഥ. അവിടെ വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. നമ്മളെ ബസ്സൊക്കെ പാർക്ക് ചെയ്യാൻ നേരെ എതിർ സൈഡിന് വസന്ത് ആൻഡ് കോന്റെ വലിയൊരു ചുവന്ന ബിൽഡിംഗ്. കുറച്ച് സമയം കിട്ടി, ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. പിന്നെ ഒന്ന് ഇവിടെ കൂടെ കണ്ടിട്ട് പോകുന്ന വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ ഈ ഒരു തമിഴ്നാട് ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ നടന്നു തുടങ്ങിയത്. നമുക്കിനി കുറെ ദൂരോട്ട് പോകണം. നമ്മളെ സ്ഥിരം പരിപാടി നടക്കാൻ തുടങ്ങി. സ്ഥിരം നമ്മൾ നടക്കണ പോലെ ഇവിടെ കൂടെ നമ്മുടെ തമിഴ്നാടിന്റെ റോട്ടിൽ കൂടെ ഒന്ന് നടന്നു നോക്കാൻ വിചാരിച്ചു. രണ്ട് സൈഡും ഫുള്ള് കടകളാണ് കേട്ടോ, ഫുള്ള് കടകൾ. സാധാരണ കാണുന്ന ഈ ഒരു ബസ് ടൈപ്പ് കളറല്ല കോമ്പിനേഷൻ. ബോർഡ് വായിക്കാനാണെങ്കിൽ ഞാൻ അവിടെ വായിച്ച് ഏൽപ്പിച്ചു തരായിരുന്നു. നമ്മുടെ പണ്ടത്തെ ടൈപ്പ് ഒരു വണ്ടി ഞാൻ പണ്ട് ഒരു സമയത്ത് കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ വണ്ടികളൊക്കെ. തമിഴ്നാടും നമ്മളെ കേരള ബോർഡർ ആയതുകൊണ്ട് മലയാളവും തമിഴും മിക്സ് ചെയ്താണ് എല്ലാ ബോർഡും കൊടുത്തിട്ടുള്ളത്. എന്നാൽ ചിലയിടത്ത് ഫുൾ തമിഴാണ്. ഇപ്പോൾ സൈഡ് ഫുൾ തമിഴെങ്കിൽ അപ്പർ സൈഡ് മലയാളം. മനസ്സിലായി. പണ്ട് ഇവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു, തമീൻസ് മാക്സ് അല്ലേ. തമീൻസ് മാക്സിൽ വന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഈ ഒരു സിനിമ തിയേറ്റർ. പക്ഷേ പോകുന്ന തമിഴ്നാടും ഇങ്ങോട്ടാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു സംഭവം, ഇവിടെ എല്ലാ വണ്ടിയിലും എയർഫോൺ ഉണ്ട്. ബസ്സിലും ട്രക്കിലും സ്കൂൾ ബസ്സിലും വരെ എയർഫോൺ. ഓഫറിന്റെ ബോർഡ് തൂക്കിയിട്ടുണ്ട്. 100, 150, 200 രൂപ. കടയുടെ ഫ്രണ്ടിൽ കറുത്ത ചട്ടി, വലിയ കറുത്ത ചട്ടി കണ്ട. പാണ്ടി ലോറി, പണ്ടത്തെ SC ട്രക്ക്, ഗിഫ്റ്റ് ഓഫ് ജീസസ്. അപ്പൊ കളിക്കല ജംഗ്ഷനിൽ നിന്നും ജിഷുവിനോടൊപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മഗ്നോൻ സ്ട്രീറ്റ് സൈനിങ് വാർത്ത വീഡിയോ കാണാം. ഇതേ ഒരു ജാർഖണ്ഡ് വണ്ടി കൊള്ളാല്ല, കേരളത്തിലോട്ട് പോകണം.